വിജയുടെ നമസ്കാരം. നമസ്കാരം. കശ്മീരിൽ നിന്നൊരു സുപ്രധാനമായിട്ടുള്ള ഒരു വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ന്യൂസിന്റെ മലയാളം. ഒമർ അബ്ദുള്ള ഒമർ അബ്ദുള്ള ഇടഞ്ഞു നിൽക്കുകയാണ്. ഒമർ അബ്ദുള്ളയുടെ കാര്യം പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം. ഒമർ അബ്ദുള്ള ആ, ഇന്ത്യ സഖ്യത്തെ ഇപ്പം ആ, സമയം കിട്ടുമ്പോഴെല്ലാം അതിഭീകരമായിട്ട് വിമർശിക്കാറുണ്ട്. ആദ്യം EVM ടാമ്പറിങ്ങിന്റെ പേരിലായിരുന്നു ഒമർ അബ്ദുള്ള വിമർശിച്ച് തുടങ്ങിയത്. കൊളോക്കിയലി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ കളഞ്ഞിട്ട് പോകണം എന്നുള്ള രീതിയിലാണ് ഒമർ അബ്ദുള്ള പറഞ്ഞത്. രാഹുൽ ഗാന്ധിയോടക്കം ഒമർ അബ്ദുള്ള പറഞ്ഞത് നിങ്ങൾ വെറുതെ കുട്ടിക്കളി നടത്തരുത്, കാരണം നിങ്ങൾക്ക് ജയിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് EVMന്റെ മുകളിൽ കൊണ്ടുവയ്ക്കരുത്. മമതാ ബാനർജി അടക്കം ഇത് പറഞ്ഞ് രംഗത്തെത്തി. പിന്നെ നമ്മുടെ ശിവസേനയുടെ നേതാക്കൾ ഉദ്ധവ് വിഭാഗം അത് പറഞ്ഞ് രംഗത്തെത്തുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. കിട്ടുന്ന ഗ്യാപ്പിലെല്ലാം ഒമർ അബ്ദുള്ള ഇന്ത്യ സഖ്യത്തിന് കൊട്ടുകൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇവിടെയുള്ള കേരളത്തിലുള്ള കോൺഗ്രസ്സുകാര് കശ്മീർ ജയിച്ചപ്പോൾ പറഞ്ഞത് ഞങ്ങൾക്ക് ഹിന്ദി ഹൃദയഭൂമി വേണ്ട, ആർക്ക് വേണം എന്നുള്ള ഹിന്ദി ഹൃദയഭൂമി, ഞങ്ങൾക്ക് ഇന്ത്യയുടെ തലയുണ്ട്, അത് ഇന്ത്യയുടെ തലപ്പത്താണ് ഞങ്ങൾ ഇരിക്കുന്നത് എന്നാണ് ഇവര് പറഞ്ഞത്. മനസ്സിലായി? നിന്റെയൊക്കെ അഭ്യാസം അങ്ങ് ഹിന്ദി ഹൃദയഭൂമിയിലേ നടക്കും, ധൈര്യം ഉണ്ടെങ്കിൽ കശ്മീരിലോട്ട് വാടാ എന്നുള്ള ഇതായിരുന്നു അവരുടെ ഒരു നിലപാട്. പക്ഷെ കശ്മീരിലെ BJPക്ക് ചരിത്രത്തിലില്ലാത്ത രീതിയിലുള്ള ഏറ്റവും കൂടുതൽ സീറ്റുകളാണ് ഇപ്പോ മന്ത്രിസഭയിലുള്ളത്. അങ്ങനെ BJP പ്രതിപക്ഷമായിട്ട് ഇരിക്കുന്നുണ്ട് അവിടെ. ഇപ്പൊ ഒമർ അബ്ദുള്ള വളരെ കടുത്ത ഭാഷയിൽ പറഞ്ഞിരിക്കുകയാണ്, ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കുന്നില്ല, ഞാൻ ചിറാപ്പുഞ്ചി പോയി മണൽ ഊറ്റാൻ പോവുകയാണ് എന്നുള്ള രീതിയിൽ ഒമർ അബ്ദുള്ള സംസാരിച്ചിരിക്കുകയാണ്. ഒമർ അബ്ദുള്ള പറയുന്നത് ഞാൻ ഇങ്ങനെയാണെങ്കിൽ കളഞ്ഞിട്ട് പോകും, കാരണം നിങ്ങൾ ഒരു യോഗം വിളിക്കുന്നില്ല, നിങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പുകളൊന്നും നമ്മൾ അറിയിക്കുന്നില്ല, നിങ്ങൾ ഇന്ത്യ മുന്നണിയുടെ അടുത്ത പരിപാടി എന്താണെന്ന് പറയുന്നില്ല, നിങ്ങൾ ആകപ്പാടെ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ ലോക്സഭയിൽ ഒരുമിച്ച് നിന്നു, അതിനുശേഷം നിങ്ങൾ യാതൊരുവിധ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യുന്നില്ല, ഞാൻ അതുകൊണ്ട് പോകും എന്ന് പറഞ്ഞിരിക്കുകയാണ് ഒമർ അബ്ദുള്ള. ഈ സഖ്യം നിർത്തണം എന്നാണ് ഒമർ അബ്ദുള്ള പറഞ്ഞിരിക്കുന്നത്. അതൊരു വലിയൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ സ്റ്റേറ്റ്മെന്റിന്റെ കൂടെ നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം, BJP ഒമർ അബ്ദുള്ള വിമർശിക്കാറില്ല എന്നുള്ളതാണ്. പോരാത്തതിന് നരേന്ദ്രമോദിയെ പുകഴ്ത്തുന്നുമുണ്ട്. അപ്പോ കോൺഗ്രസ് ഈ നമ്പറിങ്ങിന്റെ ഈ വിഷയം വന്നപ്പോ ഒമർ അബ്ദുള്ളയോട് കാര്യമുണ്ട്, അതും കൂടെ നമ്മൾ ഇതിന്റെ കൂടെ ചേർത്ത് വായിക്കണം. മുഖ്യമന്ത്രി ആയി കഴിഞ്ഞപ്പോൾ താങ്കൾ ഒരുപാട് മാറിപ്പോയി എന്നാണ് കോൺഗ്രസ് ഒമർ അബ്ദുള്ളയോട് പറഞ്ഞത്. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി ആയി കഴിഞ്ഞപ്പോൾ താങ്കൾ BJPയെ പുകഴ്ത്തുന്നു. താങ്കളുടെ അച്ഛൻ ഫറൂഖ് അബ്ദുള്ള, അദ്ദേഹമാണെങ്കിൽ മോദിയുടെ കടുത്ത വിമർശകനാണ്. അദ്ദേഹം പറയുന്നത് നരേന്ദ്രമോദിയെ പോലെ ഒരു മനുഷ്യനെ ഞാൻ എന്റെ കരിയറിൽ കണ്ടിട്ടില്ല, അത്ര ഗംഭീര മനുഷ്യനാണെന്നൊക്കെയാണ് പറയുന്നത്. ഒമർ അബ്ദുള്ള BJP ചേർന്ന് ഭരിക്കാനുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞു. എന്താ തോന്നുന്നു? ഈ തെരഞ്ഞെടുപ്പ്, ജമ്മു കാശ്മീർ തെരഞ്ഞെടുപ്പ് നമ്മൾ പരിശോധിക്കുന്ന തുടക്കം മുതലേ മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. ആ BJP അവിടെ കളിക്കുന്ന കളികൾ ഒന്നും തന്നെ മനസ്സിലാകാത്ത ഒരു ഇതായിരുന്നു. കാരണം അവർക്ക് സ്വാധീനമുള്ള ജമ്മു മേഖലയിൽ അവർ പലയിടത്തും സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല. പകരം ചില സ്വതന്ത്രന്മാരെ പിന്തുണയ്ക്കുന്നു എന്ന് പറഞ്ഞെങ്കിലും ഈ സ്വതന്ത്രന്മാരാണെന്ന് ആരാണെന്ന് അവർ പറയുന്നില്ല. സർവത്ര സ്വതന്ത്രന്മാര്, ഏറ്റവും കൂടുതൽ സ്വതന്ത്രന്മാര് ഈ ജമ്മു കാശ്മീരിലേക്ക് ഇത്തവണയാണ് മത്സരിച്ചത്. ഈ കാശ്മീർ അവിടെ PDPയുടെ പേരെടുത്ത് ഇവർ വിമർശിക്കുന്നില്ല. നേരെ മറിച്ച് കാശ്മീരിലേക്ക് ചെല്ലുമ്പോൾ നാഷണൽ കോൺഫറൻസിൽ ഇവർ പറയുന്നില്ല. പകരം അവിടെയും ഇതുപോലെ അനവധി സ്വതന്ത്രന്മാരെ അവർ നിർത്തുന്നു. കാരണം അവിടെ കാശ്മീർ മേഖലയിലേക്ക് ചെല്ലുമ്പോൾ ഇവർക്ക് അത്ര വലിയ സ്വാധീനമൊന്നും ഇല്ലെങ്കിൽ പോലും അവിടെ സ്വതന്ത്രന്മാരെ നിർത്തുന്നു. ജമാഅത്ത് ഇസ്ലാമി പോലെ, അതായത് കാശ്മീർ ഘടകം, അവരെ നിരോധിച്ച സംഘടനയാണ്, അവിടെ പോലും ആളുകൾ സ്ഥാനാർത്ഥികളായി വരുന്നു. അങ്ങനെ വല്ലാത്തൊരു കുഴഞ്ഞു പറഞ്ഞു. ഒരു ഘട്ടത്തിൽ ഈ ഒമർ അബ്ദുള്ള തന്നെ BJPയോട് പറയുന്നു, നിങ്ങൾ എന്തുകൊണ്ട് PDPക്കെതിരെ പറയുന്നില്ല എന്ന്. മെഹബൂബ മുഫ്തി ഒരു സമയത്ത് ചോദിക്കുന്നു, നിങ്ങൾ എന്തുകൊണ്ടാണ് നാഷണൽ കോൺഫറൻസിനെതിരെ ഒന്നും പറയാത്തത്? ഇവരുടെ ശത്രു ആരാണെന്ന്, BJPയുടെ ശത്രു ആരാണെന്ന് പ്രഖ്യാപിക്കാതെ അവരിലേക്ക് മാറി നിന്നുകൊണ്ട് എന്തോ ഒരു പ്രവർത്തനം, എന്തോ നമുക്ക് അതെന്താണെന്ന് മനസ്സിലായി. പക്ഷെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു വന്നപ്പോഴാണ് നമ്മൾ അതിന്റെ റിസൾട്ട് കാണുന്നത്. അവിടെ കോൺഗ്രസിനെ ഇല്ലാതാക്കാനാണ് ഇവർ ഈ കളികൾ മുഴുവൻ കളിച്ചത്. കോൺഗ്രസിന് അവിടെ ലഭിച്ചത് കേവലം 6 സീറ്റാണ്. കോൺഗ്രസ് വലിയ പ്രതീക്ഷയോടുകൂടി തന്നെ അഭിമുഖീകരിച്ചൊരു തെരഞ്ഞെടുപ്പായിരുന്നു ജമ്മു കാശ്മീർ തെരഞ്ഞെടുപ്പ്. 90 അംഗ നിയമസഭയാണ്. അതിൽ 5 പേരെ കൂടെ നോമിനേറ്റ് ചെയ്ത് 95 പേരാക്കി. 5 പേരെ നോമിനേറ്റ് ചെയ്യാനുള്ള തീരുമാനമെടുത്തത് 2ാം മോദി മന്ത്രിസഭയുടെ കാലത്താണ്. അതായത് ഈ 5 പേരും BJPക്കാരാണ്. BJP ഇലക്ഷനിൽ ജയിച്ചു വന്നത് 28 സീറ്റും ഈ 5 പേരോട് ചേരുമ്പോൾ 33 സീറ്റുമുണ്ട്. ഒമർ അബ്ദുള്ളയുടെ പാർട്ടിക്ക് 41 സീറ്റും, കോൺഗ്രസിന് 6, CPM-ന് 1, ആം ആദ്മി പാർട്ടിക്ക് 1, സ്വതന്ത്രന്മാരൊരു 4 പേര്, ഇവരെല്ലാം കൂടെ ചേർന്നിട്ട് 53 പേരാണ് ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവർ ജയിച്ചു കഴിഞ്ഞിട്ട് കുറെ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഒരു സത്യപ്രതിജ്ഞയെ കുറിച്ചൊരു വിവരമില്ല, സർക്കാരിനെ കുറിച്ചൊരു വിവരമില്ല, തുടങ്ങുമില്ലോ എന്നറിയില്ല. അപ്പോഴ് ഒമർ അബ്ദുള്ളയുടെ സ്റ്റേറ്റ്മെന്റ് വരുന്നു, കോൺഗ്രസ് ഇല്ലെങ്കിൽ ഞങ്ങൾ ഭരിക്കും എന്ന് വരുന്നു. പെട്ടെന്ന് തന്നെ സത്യപ്രതിജ്ഞയുടെ കാര്യങ്ങളൊക്കെ നീങ്ങുന്നു. അതിൽ പിന്നീട് വന്ന വാർത്തകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിന് 6 സീറ്റേ ഉള്ളെങ്കിലും കോൺഗ്രസ് മുഖ്യമന്ത്രി കസേര ഒഴിച്ച് ബാക്കി എല്ലാ വകുപ്പും ഒമർ അബ്ദുള്ളയോട് ആവശ്യപ്പെട്ടു എന്നാണ്.
അപ്പോഴാണ് ഒമർ അബ്ദുള്ള പറഞ്ഞത് നിങ്ങൾ വേണമെന്നില്ല, ഞങ്ങൾ വേറെ ഭരിച്ചോളാം എന്ന് ഒമർ അബ്ദുള്ള പറയേണ്ടി വന്നത്. കാരണം കൂടുതൽ ഈ മന്ത്രിസ്ഥാനങ്ങൾ, വകുപ്പുകളൊക്കെ ചോദിച്ചതിന്റെ പേരിലാണ് എന്നാ പറഞ്ഞത്. അതിനുശേഷം കോൺഗ്രസ് ഇവരുമായിട്ട് സഹകരിക്കുന്നില്ല, എന്നാൽ പിന്തുണ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ജമ്മു കാശ്മീരിൽ ആം ആദ്മിയും CPM-ഉം കോൺഗ്രസും കൂടെ ചേർന്നാണ് ഭരിക്കുന്നത്. പക്ഷെ ദില്ലിയിലേക്ക് വരുമ്പോൾ കഥ മാറുന്നു. ആം ആദ്മിക്ക് എതിരെയാണ് കോൺഗ്രസ് മത്സരിക്കുന്നത്. അത് തന്നെ ഒരു വിരോധാഭാസമാണ്. ഒരു മുന്നണിയിലുള്ള രണ്ട് കൂട്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരിടത്ത് മത്സരിക്കുന്നു, ഒരിടത്ത് ഒന്നിച്ചു നിൽക്കുന്നു. അപ്പോ നാഷണൽ കോൺഫറൻസിനെ സംബന്ധിച്ച് അദ്ദേഹം മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഈ 370-ാം വകുപ്പ് എടുത്തു കളഞ്ഞത് തിരിച്ചു കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാരമായ കാര്യമല്ല, അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതായത് ചുരുക്കി പറഞ്ഞാല് ഇനി അതിനെക്കുറിച്ച് ആരും ഇനി സ്വപ്നം കാണേണ്ട കാര്യമില്ല, അത് തിരിച്ചു വരില്ല എന്ന് തന്നെ അദ്ദേഹം നല്ല വൃത്തിക്ക് തന്നെ പറഞ്ഞു വെക്കുകയുണ്ടായി. അതിനുശേഷം അദ്ദേഹം പറഞ്ഞത് കേന്ദ്രവുമായി ഉടക്കാനല്ല, അവരുമായി സഹകരിച്ച് നിന്നുകൊണ്ട് നല്ല ഭരണം, കുറച്ചൊരു വികസനം കൊണ്ടുവരണമെന്ന് താൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് പോയി. ഇതില് ഈ BJP സംബന്ധിച്ചും ഈ പറയുന്ന ജമ്മു കാശ്മീരിലെ പ്രധാനപ്പെട്ട പാർട്ടിയായ നാഷണൽ കോൺഫറൻസ് ആയാലും PDP ആയാലും അവരെ സംബന്ധിച്ചും തൊട്ടുകൂടായ്മയൊന്നുമില്ല. ആ രാജന്മ ശത്രുക്കളല്ല. മുൻകാലങ്ങളിൽ നാഷണൽ കോൺഫറൻസ് BJP-യുടെ സഖ്യകക്ഷി ആയിരുന്നു. ഒമർ അബ്ദുള്ള BJP-യുടെ മന്ത്രിസഭയിൽ അംഗം, BJP ആ NDA അലയൻസിൽ മന്ത്രിയായിരുന്ന ആളാണ്. അപ്പോ പിന്നെ PDP ആയിട്ട് അവർക്ക് അങ്ങനെ തൊട്ടുകൂടായ്മയില്ല. കാരണം ഇവർ ഒന്നിച്ച് ഒരുപാട് നാൾ കഴിഞ്ഞവരാണ്. ഇടയ്ക്ക് പിണങ്ങിപ്പോയി, പിന്നെയും വന്ന് കൂടുന്നു എന്നത് കഴിഞ്ഞ് ഇവർക്ക് അങ്ങനെ, പ്രത്യേകിച്ച് BJP-ക്ക് അങ്ങനെ രാഷ്ട്രീയ ശത്രുക്കളില്ല, എതിരാളികളെന്നാണ് അവർ പറയുന്നത്. അതായത് എപ്പോ വേണം കൂട്ടുകൂടാ, എപ്പോ വേണം പിരിയാ, അതാണ് സെറ്റപ്പ്. അപ്പോ ഇനിയിപ്പോ നാളെ ഈ നാഷണൽ കോൺഫറൻസും BJP-യും ചേർന്ന് ജമ്മു കാശ്മീർ ഭരിച്ചാലും അതിനകത്ത് അത്ഭുതപ്പെടാനില്ല. രാം മാധവിനെയാണ് RSS വീണ്ടും ഈ ജമ്മു കാശ്മീരിന്റെ ചുമതലയിൽ. ഈ രാം മാധവനെ നമുക്കറിയാം, മുമ്പ് ഈ PDP-യുമായി സഖ്യമുണ്ടാക്കിക്കാൻ ഇടനില നിന്ന് സഖ്യമുണ്ടാക്കിച്ച RSS പ്രചാരകനാണ് രാം മാധവ്. അന്നും രാം മാധവനായിരുന്നു ജമ്മു കാശ്മീരിന്റെ ചാർജ്. അങ്ങനെയാണ് രാം മാധവ് ജമ്മു കാശ്മീരിൽ എത്തുന്നത്. ആദ്യം നാഷണൽ കോൺഫറൻസ് അവിടെ ഭരിക്കുന്നു, അതിനുശേഷം അവരുടെ പിന്തുണയൊക്കെ നഷ്ടപ്പെട്ട് അവർ താഴെ പോകുന്നു. മെഹബൂബ മുഫ്തിയും BJP-യും തമ്മിൽ അടുക്കുന്നു. ഡൽഹിയിൽ വെച്ച് അമിത്ഷാ പ്രഖ്യാപനം നടത്തുന്നു, തൊട്ടടുത്ത് മെഹബൂബ മുഫ്തി ഇരിക്കുന്നു. 4 വർഷം അവർ ഭരിച്ചു. അന്നും അതിന് ചുക്കാൻ പിടിച്ച ആള് രാം മാധവായിരുന്നു. ഒരു വലിയ പിന്നീട് രാം മാധവ് തിരിച്ച് RSS-ലേക്ക് തന്നെ മടങ്ങി, BJP-യുടെ ആ ചാർജ് വിട്ടിട്ട് RSS-ലേക്ക് തന്നെ മടങ്ങി. ഈ തെരഞ്ഞെടുപ്പിൽ തൊട്ട് മുമ്പ് വീണ്ടും രാം മാധവിനെ ജമ്മു കാശ്മീരിന്റെ ഉത്തരവാദിത്തം RSS ഏൽപ്പിക്കുന്നു. BJP-യുടെ ജനറൽ സെക്രട്ടറി, അവിടെ ചാർജുള്ള ജനറൽ സെക്രട്ടറി എന്നൊരു പോസ്റ്റ് ഉണ്ട് BJP-ക്ക്. അത് RSS-ൽ നിന്ന് 3 വർഷത്തേക്ക് പോകുന്നവരായിരിക്കും മിക്കവാറൊക്കെ ഈ ജനറൽ സെക്രട്ടറി, പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിമാരായിട്ട് നമ്മുടെ BL സന്തോഷിനെയൊക്കെ പോലെ. അങ്ങനെ വീണ്ടും രാം മാധവ് ജമ്മു കാശ്മീരിൽ എത്തുമ്പോഴേക്കും അതിലൊരു അപകടം എല്ലാവരും കാണുന്നുണ്ട്. കാരണം രാം മാധവിന് ജമ്മു കാശ്മീർ പൊളിറ്റിക്സ് അറിയാം, അവിടുത്തെ പാർട്ടികളുമായി എല്ലാവരുമായി നല്ല ബന്ധങ്ങളാണ്. അപ്പൊ അടുത്ത നീക്കവും അത് തന്നെയാണ്. അപ്പൊ BJP-യുടെ ഏറ്റവും വലിയ സ്വപ്നം 370-ാം വകുപ്പ് എടുത്തു കളഞ്ഞതിന് ശേഷം തങ്ങൾക്ക് കാശ്മീർ ഭരിക്കണം എന്നുള്ളത് തന്നെയാണ്. കാരണം അത് ഒരു വലിയ ഒരു ആംഗിൾ ആണ് ആ സാധനം. കാരണം 370-ാം വകുപ്പ് എടുത്തു കളയുമ്പോൾ കാശ്മീർ തകരും, കത്തും എന്നൊക്കെ പറഞ്ഞിരുന്നവർക്ക് മുമ്പിൽ അവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞത് കൊണ്ട് അവിടെ അത് എടുത്തു കളഞ്ഞു. അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ അവർ തറപറ്റുകയല്ല ചെയ്ത്, 25 സീറ്റിൽ നിന്ന് 28 സീറ്റ് ആകുകയും പിന്നെ ഇപ്പൊ നോമിനേറ്റഡ് മെമ്പർമാർ ഉൾപ്പെടെ 33 സീറ്റായി വലിയൊരു പ്രതിപക്ഷമായിട്ട് നിൽക്കുന്നു. അപ്പൊ അവർക്ക് അവിടെ ഭരിക്കുക എന്നുള്ളതാണ് അവരുടെ എക്കാലത്തെയും ആഗ്രഹം. അതിന് അവർ ലക്ഷ്യം കാണുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന് POK ആണ്, പാക് അധിനിവേശ കാശ്മീര് ഇന്ത്യയിലേക്ക് ചേരും എന്ന് ഉറച്ച് അവരുടെ മന്ത്രിമാരാണ്, BJP-യുടെ നേതാക്കളല്ല പറയുന്നത്. അമിത്ഷായും രാജ്നാഥ് സിംഗിനെ പോലുള്ള അവരുടെ ഒഫീഷ്യലായിട്ട് തന്നെയാണ് പറയുന്നത്, ഒരു തുള്ളി രക്തം പോലും ചെയ്യുന്നതിന്റെ ആവശ്യമില്ല, അത് വരും എന്നുള്ളത്. ആ ഒരു വരുന്ന സമയത്ത് അവരുടെ ഒരു പാർട്ടിസിപ്പേഷൻ ഉള്ള ഒരു സർക്കാർ അവിടെ ഉണ്ടായാൽ മാത്രമേ അത് വളരെ കുറച്ചുകൂടി ഈസി ആയിട്ട് നടക്കുകയുള്ളൂ. അങ്ങനെ ഒരു മൂവ്മെന്റ് കുറച്ചു നാളായിട്ട് നടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അധികം അത് വൈകാൻ ഒരു സാധ്യതയില്ല. ഒരുപക്ഷെ RSS 100-ാം വാർഷികം ആഘോഷിക്കുന്നത് ഈ 2025-ൽ അത് സാധ്യമാകും എന്ന് തോന്നുന്നു. അപ്പോഴേക്കും അവിടെ BJP-യുടെ കൂടെ പിന്തുണയുള്ള ഒരു ഭരിക്കുക. അതിപ്പം ഒമർ അബ്ദുള്ള ആയാലും BJP-ക്കാർക്കോ BJP-യുടെ പ്രവർത്തകർക്കോ അതിനകത്ത് എന്താ കാണിച്ചത് എന്ന് ചോദിക്കാൻ പറ്റില്ല. കാരണം ഇതിനേക്കാൾ മോശമായ പാർട്ടിയാണ് PDP. അവരുമായിട്ട് അതായത് എന്താണ് നമ്മൾ പറയുന്നത്, ഒരിക്കലും അടുക്കില്ല എന്ന് കരുതുന്ന പാർട്ടികളുണ്ട്. അങ്ങനെ ഒരു പാർട്ടിയാണ് PDP. അതായത് വിഘടനവാദികൾക്കൊപ്പം നിന്നിട്ടുള്ള ആളാണ് ഈ മെഹബൂബ മുഫ്തിയും അദ്ദേഹത്തിന്റെ അച്ഛനും ഒക്കെ അങ്ങനെയാണ്. ആ ഒരു പാർട്ടിയുമായിട്ട് അവർക്ക് അധികാരം പങ്കിട്ട് 4 വർഷം കൂടെ ഭരിക്കാമെങ്കിൽ അത്രയും പോലും പ്രശ്നം നാഷണൽ കോൺഫറൻസുമായിട്ട് അവർക്കില്ല. നാഷണൽ കോൺഫറൻസുമായിട്ട് അവർക്ക് അവരുടെ കൂടെ ഉണ്ടായിരുന്നവരാണ്. 2014 വരെ അവരുടെ ഉണ്ടായിരുന്നതാണ്. അങ്ങനെ മന്ത്രിസഭയിൽ ഒമർ അബ്ദുള്ള അംഗമായിരുന്നില്ല. അതെല്ലാം ഉണ്ടായിരുന്നതാണ് അവര്.
അപ്പം ഈ പ്രത്യേകിച്ച് ഈ അവിടുത്തെ ജമ്മു കാശ്മീരിൽ നാഷണൽ കോൺഫറൻസ് PDPM ഒക്കെ ഉള്ള അവിടുത്തെ പ്രാദേശിക പാർട്ടികളാണ്. അവരെ സംബന്ധിച്ച് അങ്ങനെ പ്രത്യേകിച്ച് നിലപാടുകളോ ഇല്ലെങ്കിൽ അവരുടെ തത്വങ്ങളോ അങ്ങനെയുള്ള ഒരു പാർട്ടിയൊന്നും അല്ല ഇവരൊന്നും. അവർക്ക് ജമ്മു കാശ്മീരിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയും അധികാരം കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പാർട്ടി. പിന്നെ അവിടുത്തെ ആ ഒരു റൗണ്ടിൽ കിടന്നുള്ള കളികളൊക്കെ അവർ ആഗ്രഹിക്കുന്നുള്ളൂ. അല്ലാതെ അവർക്ക് ഇങ്ങനെ ദേശീയത ഇല്ലെങ്കിൽ നമ്മൾ കുറെ ഓരോ പാർട്ടിക്കും ഓരോ അടിസ്ഥാന തത്വശാസ്ത്രങ്ങളുണ്ടല്ലോ, സോഷ്യലിസം എന്നൊക്കെ പറഞ്ഞവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് തത്വശാസ്ത്രമുള്ള കാര്യങ്ങളൊന്നും ഇവർക്ക് നിലവിലില്ല. അതുകൊണ്ട് തന്നെ സാധ്യതകൾ വളരെ കൂടുതലാണ് BJP ആയിട്ട് ചേർന്ന് വരിക. കാരണം ഇപ്പൊ ഒമർ അബ്ദുള്ള കോൺഗ്രസ് വിടാൻ സാധ്യത കുറവാണ്. ഇനി അഥവാ കോൺഗ്രസ് പിൻവലിച്ചാൽ ഓമർ അബ്ദുള്ള താഴെ പോകും. കാരണം 48 സീറ്റ് വേണം ഭരിക്കാൻ, 41 സീറ്റേ ഉള്ളൂ. 6 സീറ്റ് കോൺഗ്രസിനുണ്ട്, 1 സീറ്റ് CPM, 1 ആം ആദ്മി പാർട്ടിക്കുമുണ്ട്. ഇനി ഒരു പക്ഷേ ഇങ്ങനെ പിന്തുണ ഇതിനകത്ത് ആരെങ്കിലും പിൻവലിച്ചാൽ ഒമർ അബ്ദുള്ളക്ക് സേഫ് ആയിട്ടുള്ള ഒരു പാർട്ടി പിന്നെ BJP ആണ്. കാരണം നിലവിൽ അവർക്ക് 33 സീറ്റ് ഉണ്ട്. ഈ ഒമർ അബ്ദുള്ളയുടെ പാർട്ടി കൂടി നോക്കുമ്പോൾ ഈ 33 41 74 സീറ്റായി സേഫായി. ഒമർ അബ്ദുള്ളക്ക് അലമ്പൊന്നും കാണിക്കാതിരിക്കുകയാണെങ്കിൽ 5 കൊല്ലം സേഫായിട്ട് ഭരിക്കാൻ പറ്റും. ആ സഖ്യത്തിനകത്ത് ചൊറിച്ചിലും കാര്യങ്ങളും ഇപ്പൊ നിലവിലെ സാഹചര്യത്തിൽ ഒമർ അബ്ദുള്ളയുടെയും ഫറൂഖ് അബ്ദുള്ളയുടെയും പ്രസ്താവനകൾ അങ്ങനത്തെ അവരുടെ ആ ഒരു എന്താ പറയുക രൂക്ഷമായ പ്രസ്താവനകളോ ഇല്ലെങ്കിൽ അങ്ങനെയുള്ള ഈ ചൊറിച്ചിലുകളോ ഒന്നും ഇപ്പൊ നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഇപ്പൊ ഒമർ അബ്ദുള്ള സംബന്ധിച്ച് BJP സേഫ് ആയിട്ടൊരു പാർട്ടി തന്നെ. കാരണം അനവധി ചെറിയ പാർട്ടികളെ കൂട്ടിയോജിപ്പിച്ച് ഭരിച്ച് എപ്പോഴും ഈ ചെറിയ പാർട്ടികളുടെ ഭീഷണിക്ക് വഴങ്ങുന്നതിനേക്കാൾ നല്ലത് സ്ട്രോങ് ആയിട്ടൊരു പാർട്ടി ഉണ്ടെങ്കിൽ അത് തന്നെ ആയിരുന്നു PDP ആയിട്ട് ഭരിച്ചപ്പോൾ. PDPയും BJPയും കൂടെ ചേർന്നപ്പോൾ അത് സ്ട്രോങ് ആയിട്ടൊരു പാർട്ടിയായി. അപ്പൊ പിന്നെ അവർക്ക് തമ്മിൽ പ്രശ്നങ്ങളില്ലാതെ മുമ്പോട്ട് പോകാൻ പറ്റി. ഈ ചെറിയ ചെറിയ അനവധി പാർട്ടികളെ കുട്ടിക്കെട്ടി ഭരിക്കുമ്പോൾ അത് വലിയ തലവേദന തന്നെയാണ്. ആ തലവേദനയാണ് ഇപ്പോൾ ഒമർ അബ്ദുള്ള പലവട്ടമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. കാരണം 41 സീറ്റ് ഒമർ അബ്ദുള്ളക്കുണ്ട്, 7 സീറ്റിന്റെ കുറവേ ഉള്ളൂ. അതിൽ 6 സീറ്റ് കോൺഗ്രസിന്റെയാണ്, ബാക്കി CPM-നുണ്ട്, ആം ആദ്മിക്കുണ്ട്, 4 സ്വതന്ത്രന്മാരുണ്ട്. അപ്പൊ ഒരുപക്ഷെ ഒമർ അബ്ദുള്ള ഇപ്പൊ ചിന്തിക്കുന്നത് എന്തിനാണ് ഈ വയ്യാവേലികൾ, ഈ ചെറിയ ചെറിയ വയ്യാവേലികൾ എടുത്തു വെക്കുന്നത്, അതിന് പകരം വേറൊരു വലിയ ബിഗ് പാർട്ടി എടുത്തു വെക്കുക. BJP സംബന്ധിച്ച് അവരും അത് ആഗ്രഹിക്കുന്നു. അതിനുള്ള നീക്കങ്ങൾ അവിടെ ഇലക്ഷന് മുമ്പേ തന്നെ തുടങ്ങിയിട്ടുള്ളതായി പല മാധ്യമങ്ങളും, പല ദേശീയ മാധ്യമങ്ങളും പറഞ്ഞിരുന്നു. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് രാംമാധവനെ അവിടുത്തെ ചാർജ് ഏൽപ്പിക്കുക എന്നുള്ളത്. കാരണം രാംമാധവാണ് അവിടുത്തെ മുഴുവൻ തന്ത്രങ്ങളുടെയും സൂത്രധാരൻ. ആ രാംമാധവ് ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കാശ്മീർ തെരഞ്ഞെടുപ്പിന് മുമ്പ് RSS രാംമാധവനെ അത് ഏൽപ്പിക്കുമ്പോൾ അവർക്ക് വ്യക്തമായ ലക്ഷ്യമുണ്ട് എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞില്ല, BJP സംബന്ധിച്ച് ജമ്മു കാശ്മീര് ഈ POK-യുമായിട്ട് ബന്ധപ്പെട്ട അവര് ഒരു പക്ഷേ ഈ പ്രാവശ്യം തന്നെ ഈ ശാരദാ പീഠത്തിലേക്ക് ഒരു യാത്ര, ഒരു ചെറിയ സംഘത്തെയെങ്കിലും, ഒരു 5-10 പേരുടെ ഒരു സംഘത്തെ അവിടെ അവിടെ വർഷങ്ങളായിട്ട് 1954 വരെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ പോലും 54 വരെ അവിടെ തീർത്ഥയാത്ര നടത്തിയിരുന്നതാണ്. അതായത് ഈ നവരാത്രി നാളിൽ പൂജകളും മറ്റും നടത്തിയിരുന്നതാണ്. ക്ഷേത്രങ്ങളൊക്കെ ഭീകരർ തകർത്തുവെങ്കിൽ പോലും ഒരു പക്ഷേ ഒരു സിംബോളിക് ആയിട്ട് ഒരു 5 പേരെയോ 4 പേരെയോ ഈ വർഷം അവര് വിടാൻ, ഈ 2025 ആഘോഷങ്ങളിൽ ഏതെങ്കിലും ഒന്ന് പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ അവരെ സംബന്ധിച്ച് ജമ്മു കാശ്മീരിൽ അവർക്ക് ഭരണം ഉണ്ടായേ പറ്റൂ. ഇപ്പോഴത്തെ മാറിയ ഒരു പൊളിറ്റിക്സിലും അവർക്ക് ജമ്മു കാശ്മീരിൽ വന്നേ പറ്റൂ. ഒമർ അബ്ദുള്ള സംബന്ധിച്ച് BJP ആണ് അവർക്ക് സേഫ് ആയിട്ടുള്ള പാർട്ണർ. കാരണം മറ്റു ചെറിയ കക്ഷികളെ പിടിച്ചുകൊണ്ട് പോകാന്ന് വെച്ചാൽ അതൊന്നും ബഹളത്തിലെ അടിയിൽ കലാശിക്കത്തുള്ളൂ. കോൺഗ്രസ് നമ്മൾ വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കുന്ന അവിടെ ഈ INDA മുന്നണിയുടെ, അതായത് ഇന്ത്യ മുന്നണിയുടെ യോഗങ്ങൾ പോലും ഈ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്നിട്ടില്ല. കോൺഗ്രസ്സുകാരൊന്നും ഒമർ അബ്ദുള്ള മൈൻഡ് പോലും ചെയ്യാതെ ഒരു വഴിക്ക് അവര് പോകുന്നു. ഒമർ അബ്ദുള്ളയും ഇപ്പോൾ മൈൻഡ് ചെയ്യാത്ത അവസ്ഥ വരുന്നു. അവിടെ പിന്നെ CPM-ന് ഒരു സീറ്റ് ഉണ്ട്, സഖാക്കൾക്ക് ഒരു സീറ്റ് ഉണ്ട്, തരിഗാമി ഉണ്ട്, പിന്നെ ആം ആദ്മി പാർട്ടിയുടെ സീറ്റ് ഉണ്ട്, കനലൂർ തരിയൊക്കെ ഉണ്ട്. പക്ഷെ ഒമർ അബ്ദുള്ളക്ക് ഇനി ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, ഈ ചെറിയ കക്ഷികളെ കൂട്ടിക്കൊണ്ട്. കാരണം വേണമെങ്കിൽ അയാൾക്ക് ഭരിക്കാം. PDP ഓഫർ ചെയ്തിരുന്നതാണ്, PDP പറഞ്ഞിരുന്നതാണ് ഞങ്ങൾ 3 MLA-മാരുണ്ട് PDP പറഞ്ഞ ഞങ്ങൾ നിങ്ങൾക്ക് പിന്തുണ തരാമെന്ന് പറഞ്ഞു. പക്ഷെ ഒമർ അബ്ദുള്ള PDP-യുടെ പിന്തുണ സ്വീകരിക്കാൻ തയ്യാറാകില്ല. കാരണം കേന്ദ്രം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ പിന്തുണ വെച്ച് സ്ട്രോങ് ആയിട്ട് തന്നെ പോകാൻ ഇപ്പൊ ഏറെക്കുറെ ജമ്മു കാശ്മീരിന്റെ ഭരണം ഏറെക്കുറെ കേന്ദ്രത്തിന്റെ കയ്യിൽ തന്നെയാണ്. അപ്പൊ പിന്നെ പ്രത്യേകിച്ച് അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് പോവുക പ്രയാസകരവുമാണ്. ജമ്മു കാശ്മീർ പഴയ ജമ്മു കാശ്മീർ അല്ല ഇപ്പോഴുള്ള. എന്തായാലും ശക്തമായ ഭാഷയിലാണ് ഒമർ അബ്ദുള്ള രംഗത്തെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഈ വാർത്തയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഒമർ അബ്ദുള്ള ഇങ്ങനെ പ്രതികരിച്ചിട്ടില്ല, എന്തായാലും അങ്ങനെ പ്രതികരിക്കേണ്ട സമയം എത്തിയിരിക്കുന്നു. ബിജുചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ ഒമർ അബ്ദുള്ള BJP-യുമായിട്ട് ചേർന്ന് ഭരിച്ചാലും ഭരിച്ചില്ലെങ്കിലും അവിടെ ഉള്ളത് നിലവിലൊരു പാവ സർക്കാരാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആഭ്യന്തരമന്ത്രിയുടെ കയ്യിൽ, അമിത്ഷായുടെ കയ്യിൽ തന്നെയാണ് അവിടെ പോലീസിന്റെ നിയന്ത്രണവും പട്ടാളത്തിന്റെ നിയന്ത്രണവും സകല കാര്യങ്ങളും. ഇവരെന്തെങ്കിലും ഒരു തീരുമാനം എടുത്താൽ അത് നടത്തണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള പവർ ഇപ്പോഴും സെൻട്രൽ
ഇവിടെ കേന്ദ്രത്തിൽ തന്നെയാണ് ഉള്ളത് എന്നുള്ളതാണ് ഇവരുടെ കാര്യം. അവിടെയാണ് അമിത്ഷായുടെ ബുദ്ധി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒമർ അബ്ദുള്ളയ്ക്ക് BJP-യുടെ കൂടെ ചേർന്ന് നിൽക്കുന്നതായിരിക്കും കുറച്ച് കൂടുതൽ സേഫ്. കാരണം കശ്മീരും ഒരു വില കിട്ടും, പോരാത്തതിന് സെൻട്രലും എന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ ഒമർ അബ്ദുള്ള BJP-യിലേക്ക് വന്നേക്കും എന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്.